ഗൈസ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. അരുണിമ മിസ് ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് മിസ് ഇപ്പോൾ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് രാവും പകലും അനുഭവപ്പെടുന്നത്? നമ്മൾ എല്ലാ ദിവസവും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് രാത്രി എന്നുള്ളതും പകൽ എന്നുള്ളതും. നിങ്ങൾ ഓരോരുത്തരെയും നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ രാത്രിയാണോ ഇഷ്ടം, പകലാണോ ഇഷ്ടം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓരോരുത്തർക്കും ഡിഫറെന്റ് ആയിട്ടുള്ള ആൻസേഴ്സാണ്. ചിലർക്ക് പകലായിരിക്കും ഇഷ്ടം, ചിലർക്ക് രാത്രിയായിരിക്കും. എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ചും കൂടെ ഒരു രസം കൂടുതൽ തോന്നാറ് രാത്രി സമയങ്ങളിലാണ്. പ്രത്യേകിച്ച് ആകാശം നോക്കുമ്പോൾ അല്ലെ, ആകാശം നോക്കുമ്പോൾ എന്താണ് നല്ല നക്ഷത്രങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അതുകൊണ്ട് മിസ്സിന്റെ ഫേവറേറ്റ് ചോദിച്ചാൽ രാത്രിയാണ്. അപ്പൊ നിങ്ങളുടെ ഓരോരുത്തർക്കും ഇതുപോലെ ഫേവറേറ്റ് ആയിട്ടുള്ള രാത്രിയും പകലും ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ നിന്റെ ക്വസ്റ്റ്യൻ ഇതൊന്നുമല്ല, നിങ്ങൾക്ക് എങ്ങനെയാണ് രാവും പകലും ഉണ്ടാവുന്നത് എന്ന് അറിയാമോ എന്നുള്ളതാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, പക്ഷേ പരീക്ഷയ്ക്ക് വരും. നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം അല്ലെ. എങ്ങനെയാണ് ഈ രാവും പകലും ഉണ്ടാവുന്നത്? രാവും പകലും ഉണ്ടാവാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഈ രണ്ടാൾക്കാരാണ്. ഒരാൾ ആരാണ്? സൂര്യനാണ്. ഒരാൾ ആരാണ്? നമ്മുടെ ഭൂമിയാണ്. പ്രത്യേകിച്ച് സൂര്യൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ, പക്ഷെ എന്നാലും നമ്മൾ പറയുമ്പോൾ ആൻസർ എഴുതുമ്പോൾ സൂര്യന്റെ പേരും അതിൽ ഉണ്ടാവണം. അതായത് നിങ്ങൾ നോക്കിക്കേ, നമ്മുടെ ഭൂമിക്ക് ഒരു പരിപാടിയുണ്ട്. എന്താണ്? ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ. സ്വന്തം അച്ചുതണ്ടിൽ എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെന്ത് പറയും? റൊട്ടേഷൻ ഓഫ് എർത്ത്. എന്താ പറയാ? റൊട്ടേഷൻ ഓഫ് എർത്ത്. അപ്പൊ സ്വന്തം അച്ചുതണ്ടിൽ ആരിങ്ങനെ കറങ്ങുന്നുണ്ട്? ഭൂമി ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അപ്പൊ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഞാൻ നോക്കിക്കേ, ഈ ഒരു ചിത്രത്തിനകത്ത് നിങ്ങൾ നോക്കുന്ന സമയത്ത് സണ്ണിന്റെ ലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് കുറച്ചും കൂടെ കളർ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതേസമയം അപ്പുറത്തെ സൈഡ് എന്താണ്? ഡാർക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് തന്നെയാണ് രാവും പകലും ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇത് നോക്കിക്കേ, ഇവിടെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ആരെങ്കിലും എന്റെ ബാക്ക് സൈഡ് കാണുന്നുണ്ടോ? ഇല്ല. അതായത് പ്രകാശം എന്ത് ചെയ്യുന്നില്ല, അവിടെ പതിക്കുന്നില്ല. അപ്പൊ നിങ്ങൾ കാണുന്ന പ്രകാശം എന്ന് പറയുന്നത് സണ്ണിന്റെ പ്രകാശമാണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ സണ്ണിന്റെ ലൈറ്റ് എത്തുന്ന ഭാഗമാണ് പകൽ അനുഭവപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഞാനിവിടെ ഭൂമിയാണേ. അപ്പൊ എന്റെ ഈ ഒരു ഫേസ് കാണുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ എന്തായിരിക്കും? പകൽ സമയമായിരിക്കും. നിങ്ങൾ ആരും എന്റെ പുറകുവശം കാണുന്നില്ല, കാരണം എന്താ? അവിടെ പ്രകാശം എത്തുന്നില്ല. അപ്പൊ ആ സൈഡിൽ എന്താണ്? ഡാർക്ക് ആയിട്ടാണ് ഇരിക്കുക. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നില്ല? ഭൂമിയായ ഞാനിപ്പോ ഇങ്ങനെ നിൽക്കുകയാണോ? അല്ല, ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? എന്റെ സ്വന്തം അച്ചുതണ്ടിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്? കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോ നോക്കിക്കേ, ഞാൻ ഇങ്ങനെ കറങ്ങിയ സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? എന്റെ ബാക്ക് സൈഡ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ബാക്ക് സൈഡ് കാണുന്നത് എന്തുകൊണ്ടാ? ഇപ്പൊ പ്രകാശം ആ ഭാഗത്ത് പതിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ ഇങ്ങനെ ബാക്കോട്ടേക്ക് തിരിഞ്ഞു നിൽക്കുമ്പോൾ മിസ്സിന്റെ ഫേസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം എന്താ? ആ ഭാഗത്തേക്ക് ലൈറ്റ് എത്തുന്നില്ല. അപ്പം ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങുന്നതും കൂടി ചെയ്യുന്നത് കൊണ്ട് തന്നെ സണ്ണിന് അഭിമുഖമായിട്ട് വരുന്ന ഭാഗത്ത് രാത്രിയാണോ പകലാണോ ഉണ്ടാവുക? ഏതാണ്? സണ്ണിന് അഭിമുഖമായിട്ട് ഏത് ഭാഗം വന്നാലും ആ സമയത്ത് എന്തായിരിക്കും? പകലായിരിക്കും ഉണ്ടാവുക. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്തായിരിക്കും? രാത്രി ആയിരിക്കും ഉണ്ടാവുക. മിസ് ഇപ്പൊ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് പകലാ. അതിനർത്ഥം എന്താ? ഭൂമി ഇങ്ങനെ കറങ്ങി 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 ഇപ്പൊ ഈ ഇന്ത്യ മഹാരാജ്യം സൂര്യന് നേരെയാണുള്ളത്. ഇനി അതേ സമയം അല്ലെ, ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചിലപ്പോൾ രാത്രി ആയിരിക്കും. അതിനർത്ഥം എന്താ? ഭൂമി ഇങ്ങനെ കറങ്ങി 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 എങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്? അപ്പുറത്തെ ഭാഗത്തേക്ക് എത്തി. അപ്പൊ ഇന്ത്യ ഇപ്പൊ ഫേസ് ചെയ്യുന്ന ഏതാണ്? രാത്രിയാണ്. അതിനർത്ഥം എന്താ? നമുക്കിപ്പോ സണ്ണിന്റെ ലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. ക്ലിയർ ആണോ? അപ്പൊ ഇതാണ് സൂര്യന്റെ രാവും പകലും എങ്ങനെയാണ് സൂര്യൻ കാരണം ഉണ്ടാവുന്നത് എന്നുള്ളത് ഇപ്പൊ മനസ്സിലായാലോ? പ്രധാനമായിട്ട് ഭൂമിയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പക്ഷെ ആൻസറിൽ എന്ത് വേണം? സണ്ണിനെയും കൂടെ പറയണം എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് ഇപ്പൊ കൂട്ടുകാർക്ക് മനസ്സിലായോ? അപ്പൊ ഇങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാനുണ്ട്? പഠിക്കാനുണ്ട്. അപ്പൊ സൈലത്തിന്റെ ചാനൽ നിങ്ങൾ എല്ലാരും കാണൂലേ? യെസ്, കാണാറുണ്ടാവും അല്ലെ. അപ്പൊ നോക്കിക്കേ, the sun is a star that gives out heat and light of its own, but the moon can't do that. It only reflects the sunlight that falls on it. എന്താ പറഞ്ഞിരിക്കുന്നത്? സൂര്യന് സ്വയം പ്രകാശിക്കാൻ സാധിക്കുന്നുണ്ട്. അതേസമയം അല്ലെ, നമ്മൾ എല്ലാവരും രാത്രി എന്ത് ചെയ്യുന്നുണ്ട്? മൂണിനെ കാണുന്നുണ്ട്. പക്ഷെ മൂണിന് സ്വയം പ്രകാശിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മൂണിന് സ്വയം പ്രകാശിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? മൂൺ ആകെ ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് സണ്ണിന്റെ ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. എന്ത് ചെയ്യുന്നുണ്ട്? സണ്ണിന്റെ ലൈറ്റിനെ ജസ്റ്റ് അത് എന്ത് ചെയ്യുന്നേ ഉള്ളൂ? റിഫ്ലക്ട് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ ആണോ? പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടോ? എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്കുണ്ടോ? യെസ്, എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ മിസ്സിന്റെ അടുത്ത് ചോദിക്കണം. അപ്പൊ അടിപൊളിയായിട്ട് ഇന്ന് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ ഒരു കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ മൂൺ എന്ന് പറയുന്നത് നമ്മുടെ എർത്തിന്റെ ഒരേ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ്. അതായത് ഭൂമിയുടെ ഒരേ ഒരു കൃത്രിമ ഉപഗ്രഹമാണ് നമ്മളുടെ ആര്?
മൂൺ, ചന്ദ്രൻ എന്ന് പറയുന്നത്. അപ്പൊ ചന്ദ്രന് സ്വയം പ്രകാശിക്കാനുള്ള കഴിവില്ല. പക്ഷെ ചന്ദ്രൻ എന്ത് ചെയ്യുന്നുണ്ട്? ഭൂമിയെ ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തു വെക്കാം. അപ്പൊ എല്ലാവർക്കും ഈ ടോപ്പിക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ബൈ.